Welcome back to Learnino. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു മാരത്തോൺ MCQ സെഷൻ ആണിത്. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നമ്മുടെ കോഴ്സിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല കോൺഫിഡൻസിൽ ഇരിക്കുമായിരിക്കും. അല്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ കുറേയധികം റിവിഷൻ ക്ലാസ്സസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം MCQs എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 അടുത്ത് ഉള്ള MCQs ആണ് ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ തരാൻ പോകുന്നത്. നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കളക്ട് ചെയ്ത് ഈ ഒരു സെഷനിൽ തരുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സെഷൻ കുറച്ച് ലെങ്തി ആണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വളരെ ഫെമിലിയർ ആയിട്ട് തോന്നും, നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലനേഷൻസിന് നിൽക്കുന്നില്ല. കാരണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ മുന്നത്തെ MCQ സെഷൻസും ക്ലാസ്സുകളും എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻസേഴ്സ് ആയിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവുക. അതിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറയും. കാരണം നമുക്ക് ഇത്രയധികം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുണ്ടെന്നുള്ളതുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം റെഡി അല്ലേ? Question number 1. Which apparatus is used to check the charging condition of voltage in battery? ബാറ്ററിയില് ചാർജിങ് കണ്ടീഷൻ ഓഫ് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അപ്പാരറ്റൈസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വോൾട്ട് മീറ്റർ, മൾട്ടിമീറ്റർ, ഹൈഡ്രോമീറ്റർ, ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ. സോ ഇതിൽ ഏതാ വരുന്നത്? വോൾട്ട് മീറ്റർ ആണോ, മൾട്ടിമീറ്റർ ആണോ, ഹൈഡ്രോമീറ്റർ ആണോ? ഇത് മൂന്നും അല്ല, ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഈസ് ലൂസിംഗ് ഇലക്ട്രോൺ ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഏതിൽ നിന്നാണ്? കാഥോഡിൽ നിന്നാണോ ആനോഡിൽ നിന്നാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓപ്ഷനിൽ കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ് സെപ്പറേറ്റർ തന്നിട്ടുണ്ട്. ഏതിലായിരിക്കും ഇലക്ട്രോളിസിസിലെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, ലോസ് ചെയ്യുന്നത് ഏതിലായിരിക്കും? ആനോഡിലായിരിക്കും അല്ലെ? ആനോഡ് ഈസ് എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. Next one. How local action defect is prevented in voltaic cell? ലോക്കൽ ആക്ഷൻ ഡിഫക്റ്റ് എങ്ങനെയാണ് വോൾട്ടൈക് സെല്ലിൽ പ്രിവെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബൈ കണക്ടിങ് സെൽസ് ഇൻ സീരീസ്, ബൈ യൂസിങ് എ ഡീപോളറൈസിംഗ് ഏജന്റ്, ബൈ കണക്ടിങ് സെൽസ് ഇൻ പാരലൽ, ബൈ അമാൽഗമേറ്റിംഗ് ദ സിങ്ക് പ്ലേറ്റ്. സിങ്ക് പ്ലേറ്റ് അമാൽഗമേഷനിലാണ് നമുക്ക് ലോക്കൽ ആക്ഷൻ ഡിഫക്റ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. ഓപ്ഷൻ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. What does the letter Z indicate in the formula M is equal to Z by IT? Z എന്ന് പറയുന്നത് ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് Z എന്ന് പറയുന്നത് അറിയോ? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് ആണ്. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ Z സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് ഓഫ് ഇലക്ട്രോലൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ആയിട്ട് ഈസി ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. സോ ഫ്രം ദ ഓപ്ഷൻസ്, ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻവേർട്ടർ സർക്യൂട്ട് ഈസ് ദിസ്? ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അത് ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ കുറെ ഫിഗേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് അറിയാം, നമ്മുടെ സിലബസിൽ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു സർക്യൂട്ട് ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ടൂൾസ് ബേസ് ചെയ്തിട്ടും സിമ്പിൾസ് ബേസ് ചെയ്തിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ കുറെ അധികം പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും. സോ ഈ ഒരു ഇൻവേർട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഡ്രിവൺ ഇൻവേർട്ടർ ആണോ, SCR യൂസ്ഡ് ഇൻവേർട്ടർ ആണോ, സിംഗിൾ ട്രാൻസിസ്റ്റർ ഇൻവേർട്ടർ ആണോ, ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ഇൻവേർട്ടർ ആണോ? അപ്പൊ SCR ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവേർട്ടർ ആണിത്. ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് എഫക്ട് ഓഫ് ബക്ലിംഗ് ഡിഫക്ട് ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയിലെ ബക്ലിംഗ് ഡിഫക്ട്, അതിന്റെ എഫക്ട് എന്താണ്? ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്, റെഡ്യൂസിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോലൈറ്റ്, മേക്കിംഗ് ഷോർട്ട് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ആൻഡ് ഇൻക്രീസിംഗ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇലക്ട്രോഡ്സ് ബെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓപ്ഷൻ എ ഇസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈസി. സിൽവറിന്റെ എത്രയാണെന്നുള്ളതാണ്. അപ്പൊ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1.1182 mg per coulomb ആണ് വരുന്നത്. ഓപ്ഷൻ ഡി. What is the outcome of chemical reaction that takes place in negative plate of lead acid battery during discharging? What is the outcome of chemical reaction that takes place in negative plate of lead acid battery? Discharge ചെയ്യുന്ന സമയത്ത് വരുന്ന chemical reaction
ഔട്ട്കം എന്താണെന്നുള്ളതാണ്. സ്പോഞ്ച് lead peroxide, lead sulfate and lead sulfate plus water. PbSO4 ആണ് വരിക, ലെഡ് സൾഫേറ്റ് ആണ് വരുന്നത്. ഓപ്ഷൻസ്. ഇപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ പഠിച്ചു വെച്ചാലേ കിട്ടുള്ളൂ. പഠിക്കാത്ത ഒരാൾക്ക് ആ സമയത്ത് ആലോചിച്ച് പോലും എഴുതാൻ പറ്റാത്ത ടൈപ്പിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, why the vent plug is kept open during charging of a battery? Reason എന്താ നോക്കാം. To escape the gas freely, to allow oxygen enter inside, to check the level of electrolyte and to check the color changes in plate. ഗ്യാസ് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ആക്കി വെക്കുന്നത്, to escape the gas freely. Next one, in which method the battery is charged at low current for long periods? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് മെത്തേഡിലാണ് നമുക്ക് ബാറ്ററി ലോ കറണ്ടിൽ ലോങ് പീരീഡിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്? റെക്ടിഫയർ മെത്തേഡ്, ട്രിക്കിൾ ചാർജിംഗ് മെത്തേഡ്, കോൺസ്റ്റന്റ് കറന്റ് മെത്തേഡ് ആൻഡ് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ്. ഇറ്റ് ട്രിക്കിൾ ചാർജിംഗ് മെത്തേഡ്. ഓക്കെ, ട്രിക്കിൾ ചാർജിംഗ് മെത്തേഡ് ആണ്. ശ്രദ്ധിക്കുക, ലോ കറന്റ് ലോങ് പീരീഡ്, low current long period. Okay, അടുത്ത ചോദ്യം, what purpose the hydrometer is used during charging of battery? Battery charge ചെയ്യുമ്പോൾ ഹൈഡ്രോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Determine the age capacity, assess the battery voltage level, assess the discharge level of battery, determine the specific gravity of electrolyte. ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി. What is the formula for Faraday's first law of electrolysis? നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു എക്സ്പ്രഷൻ Z എല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഏതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിന്റെ എക്സ്പ്രഷൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ അത് വരുന്നത് M is equal to Z into I into T എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അതിൽ Z നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? EC, അത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, Z എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ കറക്റ്റ് എക്സ്പ്രഷൻ വരുന്നത് M is equal to ZQ നമുക്ക് പറയാം. Q എന്ന് പറയുന്നത് Q is equal to IT. Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് I into T എന്ന് എഴുതാലോ, കറണ്ട് into ടൈം എന്ന് എഴുതാലോ. അപ്പൊ അങ്ങനെയാണ് M is equal to ZQ എന്നുള്ളത് M is equal to Z into I into T എന്ന് വന്നത്. ഓപ്ഷൻ B is the correct answer. Next one, which cell is most often used in digital watches? Digital watch use in the cell, voltaic, lithium, mercury, silver oxide, and it is a mercury cell. Okay, option C. Next, what is effect if one cell is connected with a reverse polarity in a parallel combination? Parallel combination le oru cell nammal reverse polarity il connect cheyidal endu sambhavikkum? Voltage becomes zero, become open circuit, will get short circuited, no effect will function normally. So adu short circuit ayi povana cheya. Option C. Next one, which electrolyte used in carbon zinc dry cell? Carbon zinc dry cell use ചെയ്യുന്നത് dilute sulfuric acid, ammonium chloride, potassium hydroxide and concentrated hydrochloric acid, and it is ammonium chloride. Next, which effect causes by passing electric current in liquid? Liquidലൂടെ electric current pass ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏത് എഫക്റ്റ് ആണ്? ഹീറ്റിംഗ് ആണോ, ലൈറ്റിംഗ് ആണോ, മാഗ്നറ്റിക് ആണോ, കെമിക്കൽ ആണോ? കെമിക്കൽ എഫക്റ്റ് കേട്ടോ. കെമിക്കൽ എഫക്റ്റ് ആണ്. ഇലക്ട്രിക് കറന്റ് ലിക്വിഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് കെമിക്കൽ കറന്റ് ആണ്, കെമിക്കൽ എഫക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിഫക്ട് ദാറ്റ് ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് ഇൻ സെക്കൻഡറി സെൽ? സെക്കൻഡറി സെല്ലിൽ ബെൻഡിങ് ഓഫ് പ്ലേറ്റ് വരുന്നത് ആ ഒരു ഇതിന്റെ പേര് എന്താണെന്നാ ചോദിക്കണേ? ബക്ലിംഗ്, ലോക്കൽ ആക്ഷൻ, പാർഷ്യൽ ഷോർട്ട് ആൻഡ് ഹാർഡ് സൾഫേഷൻ. ഇറ്റ് ഈസ് ബക്ലിംഗ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? സിമ്പിൾ അല്ലേ, കൂളോം. Next one, which device converts sunlight into electrical energy? Sunlight in electrical energy ആയിട്ട് convert ചെയ്യുന്ന device. Photovoltaic cell, liquid crystal diode, light emitting diode and light dependent resistor. Sunlight in electric energy ആക്കി മാറ്റുന്ന photovoltaic cell. Option A. Next, which law secondary cell works? Secondary cells work ചെയ്യുന്ന ഏത് law ആണ്? Lenz's law, Joule's law, Faraday's law of electrolysis, Faraday's law of electromagnetic induction. It is Lenz's law, Joule's law എന്നല്ല വരുന്നത്. Faraday's law ആണ്, Faraday's law of electrolysis. Option C. Next one, what is formula to calculate the mass deposited during electrolysis? ഈ ഒരു ഇത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട് ഈ ഒരു എക്സ്പ്രഷൻ M is equal to ZIT. Okay. Option B. Next, how the capacity of battery is specified? ബാറ്ററിയുടെ കപ്പാസിറ്റി എങ്ങനെയാ പറയുന്നത്? വോൾട്ട്, വാട്ട്, വോൾട്ട് ആംപിയർ, ആംപിയർ അവർ. ആംപിയർ അവർ ആയിട്ടാണ് കേട്ടോ പറയുന്നത്. അത് ശ്രദ്ധിക്കുക. കപ്പാസിറ്റി ഓഫ് ബാറ്ററി സ്പെസിഫൈ ചെയ്യുന്നത് ആംപിയർ അവർ ആയിട്ടാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ലിഥിയം സെൽ? ലിഥിയം സെല്ലിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 1.2 വോൾട്ട്, 1.5 വോൾട്ട്, 1.8 വോൾട്ട്, 2.5 വോൾട്ട്. 2.5 വോൾട്ട് ആണ്.
Next one, what is the method of charging if the battery is to be charged for short duration at a high rate? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ലായിരുന്നോ? അത് വേറൊരു സ്പെസിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ ഹൈ റേറ്റിൽ ചാർജ് ചെയ്യുന്നതിന്റെ പേര്. Initial charge, boost charge, trickle charge and freshening charge. So it is boost charge. Okay. Short duration le high rate le cheyyumbol adine boost charge ennaanu parayunnathu. Okay. Option B. Next one, which method is used to make negative plates in lead acid battery? Lead acid battery le negative plate cheyanayittu lead dioxide, sponge lead, lead peroxide and lead sulfate. Sponge lead aanu use cheyyunnathu. Option B. Which technique is used to control the corrosion of metal surface? Metal surface inde corrosion control cheyanayittu nammal edi technique aanu use cheyyunnathu? Anodic protection, cathodic protection, electrolytic protection and electrostatic protection. It is cathodic protection. Cathodic protection is a technique used to control the corrosion of a metal surface. Option B. Next one, what is the function of fine selector switch in battery charger? Battery charger la fine selector switch in a function. Selection of current rating, selection of charging time, selection of voltage range and selection of charging method. Currenting rate select cheyanalladana fine selector in a function. Next, what is effect on output power with respect to temperature in solar cell? Solar cell la output power with respect to temperature inde effect endana? It decreases with a decrease in temperature ആണ് ട്ടോ. It decreases with a decrease in temperature. Temperature കുറയുമ്പോൾ output power decrease ചെയ്യുകയാണ് ചെയ്യുന്നത്. Decreases with decrease in temperature. Option D. Next one, which is used as an electrolyte in lead acid battery? Hydrochloric acid, ammonium chloride, potassium hydroxide and diluted sulfuric acid. Answer is diluted sulfuric acid. Next one, why the pointer is not stable at 0 on the scale as the megger is not in use? Megger use ചെയ്യാൻ സമയത്ത് പോയിന്റർ 0യിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല. കാരണം it is not having a controlling torque. അതിന് ഒരു controlling torque ഇല്ല എന്നുള്ളതാണ് റീസൺ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, how the hard sulfation defect in lead acid battery can be rectified? lead acid battery എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സൾഫേഷൻ ഡിഫക്ട്, ഹാർഡ് സൾഫേഷൻ ഡിഫക്ട് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്? Changing with a new electrolyte, replacing with the new electrodes, recharging the battery for a long period at low current, recharging the battery for short period at high current. Correct answer, recharging the battery for long period at low current. Next one, which material is used as cathode? Cathode എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡ്, നമുക്കറിയാലോ. സിൽവർ ഓക്സൈഡ് ബാറ്ററിയിലെ കാത്തോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിങ്ക്, കോപ്പർ, കാർബൺ, സിൽവർ ഓക്സൈഡ്. സിങ്ക് ആണ് കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Next one, what is the purpose of separator in lead acid battery? Lead acid battery le separator എന്തിനു യൂസ് ചെയ്യുന്നു? To avoid short in between positive and negative plate. അതാണ് ആൻസർ. പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനും ഇടയിൽ ഷോർട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട്. Next one, which instrument is used to measure the specific gravity of electrolyte in lead acid battery? lead acid battery le specific gravity measure ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? നേരത്തെ ഇതേപോലൊരു ചോദ്യം നമ്മൾ പറഞ്ഞു എന്ന് തോന്നുന്നു. ഹൈഡ്രോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോമീറ്ററിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ള രീതിക്കാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞത്. So option B is the correct answer. Next one, which is used as positive electrode? Dry cell le positive electrode ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർബൺ ആണ് ട്ടോ. ഓർത്തിരിക്കുക, dry cell le positive electrode ആയിട്ട് യൂസ് ചെയ്യുന്ന കാർബൺ ആണ്. What happened to the terminal voltage of a cell if load increases? ലോഡ് കൂടി കഴിഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ്, സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജിന് എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും, കുറയും. It decreases. Option B. Next one, what is the electrochemical equivalent of copper? നേരത്തെ നമ്മൾ വേറെ ഒന്നിന്റെയാ പറഞ്ഞത്. അപ്പോ കോപ്പറിന്റെ അത് ഒന്ന് രണ്ടെണ്ണത്തിന്റെയൊക്കെ വാല്യൂസ് ഒന്ന് പഠിച്ചു വെക്കുക. കോപ്പറിന്റെ വരുന്ന വാല്യൂ 0.329 ആണ്. 0.329 mg/coulomb. Next, what is the use of buckling defect in lead acid battery? Overcharging, buckling സംഭവിച്ചാൽ എന്താ വരിക? അതിന്റെ കോസ് ആണ് ചോദിക്കണ. What is the cause? എന്താ സംഭവിക്കുക എന്നുള്ളതല്ല, what is the cause for buckling defect? buckling defectന്റെ കോസ് എന്താന്നുള്ളതാണ്. Overcharging or over discharging. Okay, ഓവർ ആയിട്ട് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ബക്ലിംഗിന്റെ ഒരു കോസ് ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ എ. Next one, how the conduit pipes are specified? പൈപ്സിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഔട്ടർ ഡയമീറ്റർ ആണ് അതിന്റെ പറയാ. Okay, length, walk thickness, inner diameter, outer diameter എന്നാണ് ഓപ്ഷൻ ഉള്ളത്. ഔട്ടർ ഡയമീറ്റർ ഇൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. Which type of load is protected by the L series MCB? L series MCB വെച്ച് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതാണ്?
അല്ല നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് മോട്ടോഴ്സ്, ഗൈസർ, ഹാൻഡ് ടൂൾസ്, എയർ കണ്ടീഷണർ. ഗൈസർ is answer option B. What is the effect of low current rated cable used to connect a higher current load? അതൊരു ലോ കറന്റ് റേറ്റഡ് കേബിള് നമ്മൾ ഹയർ കറന്റ് ലോഡിന് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? കേബിൾ ഹീറ്റ് കാരണം ഡാമേജ് ആയിട്ട് പോകും, അതാണ് സംഭവിക്കുക. ലോ കറന്റ് റേറ്റഡ് ആയിട്ടുള്ള ഒരു കേബിൾ കൊണ്ടുപോയി ഹയർ കറന്റ് ലോഡിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേബിൾ ചൂട് കൊണ്ട് അത് ഡാമേജ് ആയി പോകും. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോൺഡ്യൂട്ട് ആക്സസറി? അപ്പൊ ഫിഗർ കണ്ട് ഐഡന്റിഫൈ ചെയ്യണം. അതൊരു ഇൻസ്പെക്ഷൻ ബെൻഡ് ആണ്. ഇൻസ്പെക്ഷൻ ബെൻഡ് ആണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. What is the advantage of concealed wiring? Concealed wiring ന്റെ അഡ്വാൻറ്റേജ് മോയ്സ്ചറിന് അഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മോയ്സ്ചർ. വിച്ച് ടൈപ്പ് ഓഫ് റിലേ ക്യാൻ ബി ഓപ്പറേറ്റഡ് അറ്റ് ബോത്ത് AC and DC? AC-ലും DC-ലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേയുടെ പേര് ഇറ്റ് ഈസ് ഇമ്പൾസ് റിലേ. Impulse relay can be operated at both AC and DC. What is the purpose of flexible cords in domestic wiring? Domestic wiring le flexible cords inde purpose endanalladana connection transportable appliances. Connection for transportable appliances adana adinu vendi nammal use cheyna flexible aayittulla cords. Next, what is the purpose of tin coating on copper fuse wire? Copper fuse wire le endinana tin coating? Prevent oxidation of copper wire. Copper wire ന്റെ oxidation prevent ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, what is the name of the four insulated conductor group? Four insulated conductor group ന്റെ പേര് pair, core, quad, layer. Quad. 4 ആയതുകൊണ്ട് quad. Why tree system of wiring most suitable for multi-storied building? Multi-storied buildingലൊക്കെ നമ്മൾ tree system of wiring ആണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസി ഇൻ ഫോൾട്ട് ഫൈൻഡിങ് വിത്ത് മെനി ഫ്യൂസസ്. അതായത് ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാന്ന് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിലൊക്കെ തന്നെ ട്രീ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. അടുത്തത്, വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഫില്ലർ മെറ്റീരിയൽ ഫോർ ഫിക്സിംഗ് സ്ക്രൂ ഹോൾ ഓൺ സീലിംഗ്? സീലിംഗിൽ സ്ക്രൂ ഹോൾ ഫിക്സ് ചെയ്യാനായിട്ട് ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈലോൺ ആണ്. അടുത്തത്, വേർ ദ അയൺ ക്ലാഡ് ഡബിൾ പോൾ മെയിൻ സ്വിച്ച് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് അപ്ലയൻസസിലാണ് ICDP യൂസ് ചെയ്യുക. ICDP എന്ന് പറഞ്ഞാൽ അയൺ ക്ലാഡ് ഡബിൾ പോൾ. ഓക്കെ, ICDP യൂസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻസിലാണ്. സോ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തെന്ന് അറിയോ? 50 ക്വസ്റ്റ്യൻസ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. Which electrical accessory belong to general classification of accessories? Fuse, ceiling roses, intermediate switch, penton, lamp holder. Ceiling roses ആണ് general classification of accessories ൽ വരുന്നത്. ഓപ്ഷൻ ബി. Which is application of DC series MCB? DC series MCB യുടെ application. AC motor, DC motor, locomotives, air conditioners. It is locomotives. Which place the tree system of wiring is most suitable? നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ട്രീ സിസ്റ്റം ഓഫ് വയറിംഗ് നമ്മൾ ഏതിലാണ് യൂസ് ചെയ്യുന്നത്? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗിൽ. ഏതിലാണ്? മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗിൽ. നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, നമ്മൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ കണ്ടതാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം 54. Which electrical equipment is provided with L series MCB? General lighting, motor, air conditioner and halogen lamp. It is general lighting. Okay. അടുത്തത്, which type of conduit used for gas tight explosive installation? Gas tight explosive installation യൂസ് ചെയ്യുന്നത് ഏതാണ്? Rigid steel conduits ആണ്. ഓപ്ഷൻ ബി. Next one, where the phase conductor is looped in looping system of wiring. Phase conductor എവിടെയാണ് ലൂപ്പ് ചെയ്യുന്നത്? സോക്കറ്റ് കണക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Okay, അടുത്ത question. Which is a type of accessories that fuse comes under? Fuse ഏതിലാ വരിക? Controlling accessories, holding accessories, safety accessories and outlet accessories. Fuse നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടല്ലേ. So safety accessories. Option C. What is the type of relay? Picture identify ചെയ്ത് നമ്മൾ ആൻസർ പറയേണ്ടതാണ്. It is an electromagnetic relay. Okay. അടുത്തതും ഒരു ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. അതിന്റെ പേര് എന്താന്നുള്ളതാണ്. So it is a circuit diagram. Okay, layout diagram, wiring diagram, installation plan, circuit diagram തന്നിട്ടുണ്ട്. It is a circuit diagram. അടുത്ത ഒരു ഫ്യൂസിന്റെ പിക്ചർ ആണ്. ആ ഫ്യൂസ് ഏതാണെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. It is a high rupturing capacity fuse. Next one, what is the name of symbol? അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? അതായത് ഫിഗർ സിമ്പിൾസ് പഠിക്കണം,
അതേപോലെ തന്നെ വയറിംഗ് ഡയഗ്രാംസ് പഠിക്കണം, ടൂളിന്റെ പിക്ചേഴ്സ് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് പിക്ചേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എഴുതാൻ കാണിച്ചിരിക്കുന്നത് പ്ലഗ് ആൻഡ് സോക്കറ്റ് ആണ്. ഈ സിമ്പിള് പ്ലഗ് ആൻഡ് സോക്കറ്റ് ആണ് വരുന്നത്. അടുത്തത് how many two-way switches with intermediate switch are used to control one lamp from 3 different places? ഒരു ലാമ്പിനെ 3 ഡിഫറെന്റ് പ്ലേസസിൽ നിന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ എത്ര two-way switches വേണം എന്നുള്ളതാണ് 2. ഓക്കെ, 2 എണ്ണം. അടുത്ത question, which type of circuit breaker is used above 100 ampere current rating? 100 ampere current rating above ആണെങ്കിൽ ഏത് സർക്യൂട്ട് ബ്രേക്കർ ആണ് യൂസ് ചെയ്യേണ്ടത്? It is MCCB mounted case circuit breaker. What is the purpose of underwriters not for pendant holder connection? Pendant holder connection la underwriters note എന്തിനാണ് ചെയ്യുന്നത്? Reduce strain from the terminal of accessories. Option D. Next one, why AC is required to measure the earth resistance by using earth resistance tester? AC എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് എർത്ത് റെസിസ്റ്റന്റ് ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ എന്തിനാണ് AC യൂസ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ഇലക്ട്രോലിറ്റിക് EMF ഇന്റർഫറൻസ്. ഇലക്ട്രോലിറ്റിക് EMF ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. വിച്ച് ലൊക്കേഷൻ ദ സർവീസ് കണക്ഷൻ സപ്ലൈ ലീഡ്സ് ടു ബി കണക്റ്റഡ് അറ്റ് കൺസ്യൂമർ മെയിൻ ബോർഡ്? ഏത് ലൊക്കേഷനിലാണ് വെക്കുന്നത്? എനർജി മീറ്റർ വരുന്ന അവിടെ. ഓക്കെ, next, which instrument is used to test new domestic wiring installation? പുതിയ domestic wiring installations test ചെയ്യുന്നത് എന്ത് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ്? It is Megger. Where system earthing is done? System earthing ചെയ്യുന്നത് എവിടെയാണ്? Generating സ്റ്റേഷനിലാണ് system earthing ചെയ്യുന്നത്. What is the test to be carried out by using Megger? Megger യൂസ് ചെയ്ത് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്തു? നേരത്തെ പറഞ്ഞു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ആണ് Megger യൂസ് ചെയ്ത് ചെയ്യുന്നത്. അടുത്തത്, which wiring installation the system earthing is to be done? സിസ്റ്റം എർത്തിങ് ചെയ്യുമ്പോൾ ഏത് വയറിംഗ് ഇൻസ്റ്റലേഷൻ ആണ് ചെയ്യുന്നത്? ഓക്കെ, വിച്ച് വയറിംഗ് ഇൻസ്റ്റലേഷൻ ദ സിസ്റ്റം എർത്തിങ് ഈസ് ടു ബി ഡൺ? ഇറ്റ് ഈസ് സബ്സ്റ്റേഷൻസ്. സബ്സ്റ്റേഷൻസ്, ഗോ ഡൗൺ വയറിംഗ്, ഡൊമസ്റ്റിക് വയറിംഗ്, കൊമേഴ്ഷ്യൽ വയറിംഗ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് സ്ട്രാൻഡഡ് കണ്ടക്ടർ ഓവർ സോളിഡ് കണ്ടക്ടർ? സോളിഡ് കണ്ടക്ടർ വെച്ച് നോക്കുമ്പോൾ സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ്: cost is less, more flexible, less voltage drop, more insulation resistance. Correct answer is it is more flexible. Okay, adana stranded conductors advantage. Next, what is the advantage of crimping? Crimping ചെയ്യുന്നത് it is to avoid loose ആയിട്ടുള്ള connections avoid ചെയ്യാൻ വേണ്ടിയിട്ടാണ് crimping ചെയ്യുന്നത്. അടുത്തത്, what is the reason of lamp glowing dim and motor running slow in a domestic wiring circuit? ഒരു domestic wiring circuit ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് ലാമ്പ് ഡിം ആയിട്ട് ഗ്ലോ ചെയ്യുക അല്ലെങ്കിൽ മോട്ടോർ സ്ലോ ആയിട്ട് റൺ ചെയ്യുക എങ്കിൽ അവിടുത്തെ കാരണം എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ഇൻ ന്യൂട്രൽ ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, ഹൈ വാല്യൂ സീരീസ് റെസിസ്റ്റൻസ് ഫോൾട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ഇൻ ദ എർത്ത് കണ്ടക്ടർ. ഹൈ വാല്യൂ സീരീസ് റെസിസ്റ്റൻസ് ഫോൾട്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളേജ് ഉള്ളവർക്കാണ് ശരിക്കും, അതായത് തിയറി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം ഇതിൽ പലതും നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ച് പഠിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു കൺട്രോൾ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഇൻ ന്യൂട്രൽ കണക്ഷൻ ആസ് പെർ IE റൂൾ? ഹൗ ടു ഹാർമോണിക് ഡിസ്റ്റോർഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം? എർത്തിങ് വഴിയാണ്, ദാറ്റ് ഈസ് എർത്തിങ് ത്രൂ ഇംപിഡൻസ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് മെത്തേഡ് ഈസ് യൂസ് ടു റെഡ്യൂസ് എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ ഇൻ എക്സിസ്റ്റിംഗ് എർത്ത്? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എർത്തില് എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കീപ്പിംഗ് വെറ്റ് കണ്ടീഷൻ ഇൻ എർത്ത് പിറ്റ്. എർത്ത് പിറ്റിനോട് അല്ലെങ്കിൽ എർത്ത് പിറ്റിന്റെ അടുത്ത് വെറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത്, വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഇൻ ദ വയറിംഗ് ഇൻസ്റ്റലേഷൻ? ഏത് ടെസ്റ്റ് ആണ് എന്നുള്ള ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് എർത്ത് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതുപോലുള്ള കുറച്ചെങ്കിലും നമ്മളിത് പഠിച്ചിട്ട് പോവാം. എല്ലാ പിക്ചേഴ്സും ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ സർക്യൂട്ട്സും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇമേജസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറെ എണ്ണം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഓർമ്മ വരും. അടുത്തത്, വിച്ച് മെത്തേഡ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ് മെത്തേഡ്? എർത്ത് റെസിസ്റ്റൻസ് മെഷർമെന്റ് മെത്തേഡ് ഏത് മെത്തേഡ് ആണെന്നാണ്? ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത, വിച്ച് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് LCDs ടൈപ്പ് MCBs ആർ യൂസ്ഡ്? ഗേസേഴ്സ്. ഓക്കെ, ഓപ്ഷൻ എ. What is the effect if a person receives a shock current of 20 milliampere? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 20 milliampere
ഷോക്ക് കറന്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു പേഴ്സണ് എഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഷോക്ക് ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഓരോ ടൈപ്പ് ഓഫ് ഷോക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ലൈക്ക് കറന്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഷോക്ക് നമ്മളെ എഫക്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കണം. ചിലത് ചെറിയൊരു സെൻസേഷൻ മാത്രമേ ഉണ്ടാവുക, ചിലത് വളരെ കോംപ്ലിക്കേറ്റ്, നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും, ചിലത് പെയിൻഫുൾ ഷോക്ക് ആവും, ചിലത് ഡെത്തിലേക്ക് വരെ കാരണമാവാം. അപ്പൊ ആ റേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത, വാട്ട് ഈസ് ദ റീസൺ ഫോർ സപ്ലൈയിങ് AC ടു ദ ഇലക്ട്രോഡ് ഫോർ മെഷറിംഗ് എർത്ത് റെസിസ്റ്റൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവോയ്ഡ് ദ എഫക്ട് ഓഫ് ഇലക്ട്രോലൈറ്റിക് EMF. ഓക്കെ, അടുത്തത്, why system earthing is different in utilization than equipment earthing? It is associated with the current carrying. അതായത് എങ്ങനെയാണ് ഇത് ഡിഫറെന്റ് ആവുന്നതാണ് സിസ്റ്റം എർത്തിങ് എക്യുപ്മെന്റ് എർത്തിങ് നിന്ന് ഡിഫറെന്റ് ആവുന്നത്? കറന്റ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കറന്റ് ക്യാരിങ്. ഓക്കെ, അടുത്തത്, വിച്ച് പ്രിൻസിപ്പൽ ദ എർത്ത് റെസിസ്റ്റന്റ് ടെസ്റ്റർ വർക്ക്? എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പൽ fall of potential method, ഓപ്ഷൻ സി. Next one, what is the minimum size of copper earth continuity conductor used in single phase domestic wiring as per BIS standard പ്രകാരം സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് വയറിംഗിൽ യൂസ് ചെയ്യുന്ന കോപ്പർ എർത്തിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 1.5 സ്ക്വയർ mm ആണ്. അടുത്ത, what is the formula to find voltage drop of an AC single phase wiring circuit? വോൾട്ടേജ് ഡ്രോപ്പ് അത് നമുക്കറിയാം, V is equal to IR ആ ഒരൊറ്റ ഫോർമുല തന്നെ വരുന്നത്. Next one, what is the maximum permissible load for a power sub circuit as per IE rule? It is 3000 watt. Okay. Next, what is the permissible leakage current in domestic wiring installation? La permissible ആയിട്ടുള്ള leakage current എന്ന് പറയുന്നത് 1/5000 into full load current ആണ് വരുന്നത്. Next one, what immediate action should be taken to rescue the victim if he is still in contact with electric power supply? ഇപ്പം ഒരാള് ഇലക്ട്രിക് പവർ സപ്ലൈ ആയിട്ട് കോണ്ടാക്ട് വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വിക്ടിമിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട ആക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ബ്രേക്ക് ദ കോണ്ടാക്ട് ബൈ സ്വിച്ചിങ് ഓഫ് ദ പവർ സപ്ലൈ. പവർ സപ്ലൈ ഓഫ് ചെയ്തുകൊണ്ട് നമ്മൾ ആ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത, വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് കറന്റ് റിവേഴ്സറിന്റെ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ? എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററിലെ കറന്റ് റിവേഴ്സറിന്റെ ഫംഗ്ഷൻ എന്താണ്? ചേഞ്ച് DC സപ്ലൈ ടു AC സപ്ലൈ, DC സപ്ലൈ AC സപ്ലൈ ആക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. Next one, which formula is used to calculate the diversity factor? Diversity factor is equal to minimum actual load divided by installed load. What is the maximum permissible load for a power sub circuit as per IE rule? ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ കണ്ടു. മാക്സിമം പെർമിസിബിൾ ലോഡ് ഫോർ പവർ സബ് സർക്യൂട്ട് എന്ന് പറയുന്നത് 3000 watt. അടുത്ത, what is the unit of insulation resistance? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെഗാ ഓം ആണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വരുന്നത്, തെറ്റിക്കരുത്. ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള കുറെ എക്സാംസിന് യൂണിറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. യൂണിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്, പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സിമ്പിൾസ്, യൂണിറ്റ്സ്, അതേപോലെ തന്നെ അബ്രീവിയേഷൻസ് എന്തെങ്കിലും അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ പഠിക്കുക. അതേപോലെ തന്നെ ടൂൾസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വിച്ച് ഇലക്ട്രിക് ഡിവൈസ് is cause excess current protection? Excess current protection, cartridge fuse, revariable fuse, miniature circuit breaker, HRC fuses. Where the revariable fuses is the correct answer. Next one, which type of joint is used for extending the length of conductor in overhead line? Overhead line la length extend cheyan use ചെയ്യുന്ന joint ഏതാണ്? It is Western Union joint. Okay. അടുത്തത്, which cable laying method is used in generating stations? Stations generate ചെയ്യുന്നത് racks in air. Cable laying method ന്റെ പേരാണ് racks in air. Option B. Next one, what is the effect of electric current on neon lamp? Neon lamp il electric current ന്റെ effect, gas ionization effect. അടുത്ത question, which type of soldering flux is used for soldering aluminum conductors? solder ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കരലൈറ്റ് ആണ്. ആ soldering flux ന്റെ ടൈപ്പിന്റെ പേരാണ്. What is the effect on molten solder due to repeated melting? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തുകൊണ്ടിരുന്ന മോൾട്ടൺ സോൾഡറിന് ഉണ്ടാവുന്ന എഫക്ട്, ടിൻ കണ്ടന്റ് റെഡ്യൂസ് ആവും അതിലത്തെ, അതാണ് സംഭവിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് കേബിൾ ലേയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ കൺജസ്റ്റഡ് ഏരിയാസ്? കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഏത് കേബിൾ ലേയിങ് മെത്തേഡ് യൂസ് ചെയ്യാം? ഏതാണ് സ്യൂട്ടബിൾ ആവുക? ഇറ്റ് ഈസ് ഡക്ട് പൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് വയർ ജോയിന്റ് ഈസ് ഫൗണ്ട് ഇൻ ജംഗ്ഷൻ ബോക്സ്? ജംഗ്ഷൻ ബോക്സിൽ യൂസ് ചെയ്യുന്നത് റാറ്റ് ടെയിൽ ജോയിന്റ് ആണ്.
And the 100th question, which insulation metal is used as hot pouring compound for making joint in underground cable? Underground cable joint ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതാണ്? ഇറ്റ് ഈസ് ബിറ്റുമിനസ് കോമ്പൗണ്ട്. ബിറ്റുമിനസ് കോമ്പൗണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ കുറെ ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും കൂടെ ഈ വീഡിയോ കാണുക. അപ്പൊ ഒന്നും കൂടെ മനസ്സിലിരിക്കും. എന്തായാലും എക്സാമിന് ഇനിയുള്ളത് ഒരു അവസാന ഒരു വട്ടം മിനുക്ക് പണിയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുവിധമൊക്കെ നമ്മൾ പഠിച്ച് റെഡി ആയിട്ടുണ്ടാവും. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. വീണ്ടും അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ എക്സാമിന് മുന്നേ കണ്ടിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞിട്ടില്ല, ഇനിയും ചോദ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഏകദേശം 200 അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which test is conducted to locate the fault in UG cable? UG cable fault locate ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ലൂപ്പ് ടെസ്റ്റ്. അടുത്ത, what is the number 1.4 represent if a stranded conductor is designed as 7/1.4? ആ നമ്പർ 1.4 എന്ന് പറയുന്ന നമ്പർ എന്താണ്? അത് കണ്ടക്ടറിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, അത് 7/1.4 എന്ന് പറഞ്ഞ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ അതിൽ 1.4 എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആണ് വരുന്നത്. Next one, which method of soldering is used for repairing the vehicle body? Vehicle body repair ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോൾഡറിംഗിന്റെ പേര് സോൾഡറിംഗ് വിത്ത് ഫ്ലെയിം. നെക്സ്റ്റ്, വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് സ്ട്രാൻഡഡ് കണ്ടക്ടർ ഓവർ സോളിഡ് കണ്ടക്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞാണെന്ന് തോന്നുന്നു. നേരത്തെ ഇതേ ചോദ്യം വന്നാണ്. കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ കോസ് ഓഫ് കോൾഡ് സോൾഡർ ഡിഫക്ട് ഇൻ സോൾഡറിംഗ്? കോൾഡ് സോൾഡർ ഡിഫക്റ്റിനുള്ള കോസ് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റിംഗ് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത, വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ? ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ യൂസ് ചെയ്യുന്ന കണ്ടക്ടറിന്റെ പേര് ബെയർ കണ്ടക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ വോൾട്ട് മീറ്റർ ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ആസ് എൻ അമ്മീറ്റർ? ഒരു വോൾട്ട് മീറ്റർ എടുത്തിട്ട് അമ്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? റീഡിംഗ് ലോ ആയിട്ട് കാണിക്കും. അതാണ് സംഭവിക്കുക. അടുത്ത, വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സോളിഡ് കണ്ടക്ടർ കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് കണ്ടക്ടർ? ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും പല തരത്തിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ആദ്യം, സോളിഡ് ആദ്യം, പിന്നെ വരുന്നപ്പോ സോളിഡ് കണ്ടക്ടറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലെസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സോൾഡറിംഗ് മെത്തേഡ്? ഒരു സോൾഡറിംഗ് മെത്തേഡിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അത് സോൾഡറിംഗ് ഗൺ ആണ്. ഓക്കെ, സോൾഡറിംഗ് ഗൺ ആണ്. നെയിം ഓഫ് ദ സോൾഡറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ സോൾഡറിംഗ് ഗൺ. വിച്ച് പാർട്ട് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഈസ് പ്രൊട്ടക്ടിംഗ് ദ മെറ്റാലിക് ഷീറ്റ് അഗെയിൻസ്റ്റ് കൊറോഷൻ? കൊറോഷനിൽ നിന്ന് നമ്മൾ ഏത് പാർട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ്. ഇറ്റ് ഈസ് ബെൻഡിങ്. What will happen to the PVC insulation in cable carries excess current continuously for long period? ഒരു PVC ഇൻസുലേഷൻ കേബിള് നമ്മൾ എക്സസ് കറണ്ട് കുറെ നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറയും. അടുത്തത് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു UG കേബിളിൽ ഒരു പാർട്ട് മാർക്ക് ചെയ്തിട്ട് ആ പാർട്ടിന്റെ പേര് എന്താണെന്നാ ചോദിക്കുന്നത്. ലെഡ് ഷീറ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം. ഓക്കെ, അടുത്ത ചോദ്യം ഒരു വയർ ജോയിന്റിന്റെ പിക്ചർ ആണ്. അത് എന്ത് ജോയിന്റ് ആണ്? നോട്ടഡ് ടാപ്പ് ജോയിന്റ് എന്ന് പറയും. ഓക്കെ, which method of soldering is used for quantity production and for tining work? ഏത് സോൾഡറിംഗ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി പ്രൊഡക്ഷനും ടൈനിങ് വർക്കിനും യൂസ് ചെയ്യുന്ന ഡിപ്പ് സോൾഡറിംഗ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് സോൾഡറിംഗ് മെത്തേഡ്? വേറൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എഫക്ട് ഓൺ ഓപ്പൺ റെസിസ്റ്റർ ഇൻ സീരീസ് സർക്യൂട്ടിൽ? ഓപ്പൺ റെസിസ്റ്ററിന്റെ എഫക്ട് എന്തായിരിക്കും? ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ഓപ്പൺ റെസിസ്റ്റർ. ഓപ്പൺ ആയിട്ട് റെസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് അതിൽ വരും. വിച്ച് ഈസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? യുറേക്ക, എബണേറ്റ്, മാംഗനീൻ, ജർമേനിയം. അതിൽ ഇനിയിപ്പോ സംശയമൊന്നുമില്ല. ജർമേനിയം കണ്ടു കഴിഞ്ഞാൽ ജർമേനിയം തന്നെയാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് നിയോൺ പൊളാരിറ്റി ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഫോർ ചെക്കിംഗ് AC സപ്ലൈ? ഏത് ഇൻഡിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏത് ഇൻഡിക്കേഷൻ ആണ് വരിക? ഏത് ഇൻഡിക്കേഷൻ യൂസ് ചെയ്യുന്നതല്ല, ഏത് ഇൻഡിക്കേഷൻ ആണ് വരിക? അത് നിയോൺ പൊളാരിറ്റി ഇൻഡിക്കേറ്റർ നമുക്ക് എന്താണ് അതിൽ കാണുക? AC സപ്ലൈ ചെക്ക് ചെയ്യുമ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും വരിക? ബോത്ത് ഇലക്ട്രോഡ് വിൽ ഗ്ലോ, ഓൺലി വൺ ഇലക്ട്രോഡ് വിൽ ഗ്ലോ, ബോത്ത് ഇലക്ട്രോഡ് വിൽ ബി ഫ്ലിക്കറിംഗ്, വൺ ഇലക്ട്രോഡ് വിൽ ഗ്ലോ ആൻഡ് അനദർ വിൽ ബി ഫ്ലിക്കറിംഗ്. രണ്ട് ഇലക്ട്രോഡും ഗ്ലോ ചെയ്യും. ഓക്കെ, അതാണ് വരിക. ഓപ്ഷൻ എ. വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദ കണ്ടക്ടർ ആസ് ഇറ്റ് ഡയമീറ്റർ ഇസ് ഡബിൾഡ്? ഒരു കണ്ടക്ടറിന്റെ ഡയമീറ്റർ ഡബിൾ ആയാൽ റെസിസ്റ്റൻസ് വാല്യൂവിന് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് വാല്യൂ എന്ത് സംഭവിക്കും? 4 മടങ്ങായിട്ട് കുറയും. അത്രേ ഉള്ളൂ. ഓക്കെ,
അടുത്തത് which material is having negative temperature coefficient property? Negative temperature coefficient property ഉള്ളത് mica, ureka, copper, manganese. It is mica, option A. Next one, which type of resistor is used for arc quenching protection? Circuit breaker arc quenching protection ഏത് type of resistor ആണ് യൂസ് ചെയ്യുന്നത്? Varistor, sensitor, thermistor, LDR. It is varistor. Which is the application of series circuit in application വരുന്ന voltmeter connection, lighting circuit in home, shunt resistor in ammeter, multiplier resistor of a voltmeter. Voltmeter multiplier resistor ആണ് series circuit ആയിട്ട് വരുന്നത്. Option D. What is the unit of conductance? വളരെ simple ആണ്, നമുക്കറിയാം mho അല്ലേ? Mho. Which one define the change in resistance per degree centigrade? Change in resistor per degree centigrade. അതെന്താ ഡിഫൈൻ ചെയ്യുന്നത്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ട് ഒന്ന് മാറിപ്പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of meter is used to test the polarity of battery? ബാറ്ററിയുടെ പൊളാരിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഏത് മീറ്റർ വെച്ചിട്ടാണ്? മൂവിംഗ് കോയിൽ മീറ്റർ. അടുത്തത്, what is the name of resistor if its resistance value increases with increase in temperature? Resistance value increases with increase in temperature. Temperature കൂടുമ്പോൾ resistance value കൂടുന്നത് സെൻസിറ്റർ. Which is the application of series circuit? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഓപ്ഷൻസ് വേറെയാണ്. ഫ്യൂസിംഗ് സർക്യൂട്ട്, വോൾട്ട്മീറ്റർ കണക്ഷൻ, ഇലക്ട്രിക് ലാമ്പ് ഇൻ ഹോം ആൻഡ് ഷണ്ട് റെസിസ്റ്റർ ഇൻ അമ്മീറ്റർ. ഇറ്റ് ഈസ് ഫ്യൂസിംഗ് സർക്യൂട്ട്. അടുത്ത, വിച്ച് ഇലക്ട്രിക് ക്വാണ്ടിറ്റി എഫക്ട്സ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ കണ്ടക്ടർ? കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഏത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയാണ് എഫക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്ക്വയർ ഓഫ് ദ current. Option B. Next one, what is the resistance of LDR if the light intensity of light is increased? Light intensity കൂടിയ LDR ന്റെ resistance ന് എന്ത് സംഭവിക്കും? It decreases. Next one, which is inversely proportional to the resistance of conductor? R is equal to rho L by A. അപ്പോൾ ഏതാ inversely proportional? Area of cross section. Option D. Next one, which formula is used to calculate power of DC circuit? DC circuit ന്റെ power കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് P is equal to VI അല്ലെ? കറന്റ് ഇൻറ്റു വോൾട്ടേജ്. ഓപ്ഷൻ ഡി. What is the change in value of resistance of conductor if its cross section area is doubled? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ചോദിക്കും. ആ ഒരൊറ്റ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ്. What is the change in value of resistance? R is equal to rho L by A. Its cross section area double ആയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ value of resistance decreases by എത്ര ടൈം? 2 times. Okay. Next one, what is the value of resistance in open circuit? Open circuit la resistance എന്തായിരിക്കും? Infinity. What is the effect of circuit if A, B points are shorted? ഒരു പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ എയും ബിയും കൂടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സർക്യൂട്ടിന് സംഭവിക്കുക? സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് 0 ആയിട്ട് മാറും. അത് രണ്ടും കൂടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. What electrical quantities are related in Ohm's law? Ohm's law യിൽ ഏതൊക്കെയാ വരുന്നത്? കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും. നെക്സ്റ്റ്, വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓം മീറ്റർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസിസ്റ്റർ? ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് വയർ വൂണ്ട് റെസിസ്റ്റർ. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് 1 ohm to 100 k ohm റേഞ്ച്? റെസിസ്റ്റൻസ് പല റേഞ്ചുകളിലും പല മെഷറിംഗ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. വീസ്റ്റേൺസ് ബ്രിഡ്ജ് മെത്തേഡ് ആണ്. വീസ്റ്റേൺ ബ്രിഡ്ജ് മെത്തേഡ് ആണ് 1 ohm to 100 k ohm റേഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ തേർഡ് സെൽ ഓഫ് കോപ്പർ ആറ്റം? കോപ്പർ ആറ്റത്തിന്റെ തേർഡ് സെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 18. Which law states that in closed electric circuit the applied voltage is equal to the sum of the voltage drop? ഏതാ law? It is Kirchhoff's second law. Applied voltage is equal to sum of voltage drop എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം അല്ലെ? ഏതാ വരുന്നത്? Kirchhoff സെക്കൻഡ് ലോ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് KVL ഉം KCL ഉം അറിയാം. പക്ഷെ അതില് Kirchhoff ഫസ്റ്റ് ലോ ആണോ സെക്കൻഡ് ലോ ആണോ അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ അതിനൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. KCL എന്ന് പറയുമ്പോൾ കറണ്ട് നമ്മൾ I വെച്ച് റെപ്രസെന്റ് ചെയ്യും. സോ അതാണ് ഫസ്റ്റ് ലോ. ഓർത്ത് വെക്കാനുള്ള ഒരു വഴിയാണ്. KVL എന്ന് പറയുമ്പോൾ Kirchhoff സെക്കൻഡ് ലോ. KCL ഫസ്റ്റ് ലോ ആണെങ്കിൽ പിന്നെ KVL സെക്കൻഡ് ലോ അല്ലേ ആവുള്ളൂ. അപ്പൊ അതെങ്ങാനും ഇപ്പൊ നമുക്ക് KVL എന്താ KCL എന്താണെന്ന് അറിയാം. പക്ഷെ ഏതാ ഫസ്റ്റ് ലോ ഏതാ സെക്കൻഡ് ലോ എന്ന് അറിയാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നുപോയാൽ ഇത്രയേ ഉള്ളൂ. KCL Kirchhoff കറണ്ട് ലോ. കറണ്ട് നമ്മൾ I എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സോ I എന്നുള്ളത് ഫസ്റ്റ്.
എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ റോമൻ ലെറ്ററിൽ എഴുതുമ്പോൾ ഐ പോലെയല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ് ഇസ് എ കിർച്ചോഫ് ലോ. അടുത്ത ചോദ്യം, വിച്ച് ഗ്യാസ് ഈസ് ടു ബി എലിമിനേറ്റഡ് ടു പ്രിവെന്റ് ഫയർ? ഫയർ പ്രിവെന്റ് ചെയ്യാനായിട്ട് വിച്ച് ഗ്യാസ് ഈസ് ടു ബി എലിമിനേറ്റഡ്? ഏത് പോണം? ഓക്സിജൻ പോയാൽ കറണ്ട് ഉണ്ടാവില്ല. വിച്ച് ഈസ് എ കെമിക്കൽ ഹസാർഡ്? ഇതിൽ ഏതാണ് കെമിക്കൽ ഹസാർഡ് ആയിട്ട് വരുന്നത്? നോയ്സ്, എക്സ്പ്ലോസീവ്, വൈബ്രേഷൻ, റേഡിയേഷൻ. കെമിക്കൽ ഹസാർഡ് ഈസ് എക്സ്പ്ലോസീവ്സ്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് ഹസാർഡ് ഇൻവോൾവ്സ് ടോക്സിക്? ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒക്യുപേഷണൽ ഹെൽത്ത് ഹസാർഡ്. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, മെക്കാനിക്കൽ. ഇറ്റ് ഈസ് കെമിക്കൽ. വിച്ച് ഈസ് എ മോട്ടീവ് ഓഫ് occupational health and safety? Decrease employee morale, decreasing the quality, reducing absenteeism and minimizing productivity. മെയിൻ ആയിട്ട് occupational health and safety യുടെ ഒരു മോട്ടീവ് ആയിട്ട് പറയുന്നത് reducing absenteeism. Which fire extinguisher used for ഫ്ലെയിമബിൾ ലിക്വിഡ് ഫയറിൽ യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഏതാണ്? ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂഷർ. ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലാസസ് ഓഫ് ഫയർ ഉണ്ട്, അതേപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ റെക്കമെൻഡഡ് ടു ഹാൻഡിൽ ലോഡ്സ് വിത്ത് റഫ് സർഫസ് ആൻഡ് പോയിന്റഡ് പ്രൊജക്ഷൻ ഉള്ളതിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ലെതർ ഗ്ലൗസ് ആണ്. വിച്ച് ഈസ് ടോക്സിക് ഇൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ഇത് ടോക്സിക് ആയിട്ടുള്ളത്? Old bearing, paper wrapper, used lubricant, old washer, bolt and nut. It is used lubricant. Which is harmful to human health? Oxygen, water vapor, carbon dioxide, carbon monoxide. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലെ. ഓക്സിജനും വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡ് ഒക്കെ നമുക്ക് വേണം. കാർബൺ മോണോക്സൈഡ് ആണ് ഹാർംഫുൾ ആയിട്ടുള്ളത്. അടുത്തത്, വാട്ട് ഈസ് എഫക്ട് ഓഫ് എയർബോൺ ഡസ്റ്റ് ഇൻ വർക്ക്ഷോപ്പ്? എന്ത് സംഭവിക്കും? ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. Which device is used to remove toxic waste? Toxic waste റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് വാക്വം ക്ലീനർ ആണ്. ഞാൻ ഇത്രയും സ്പീഡിൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നത് എന്താന്ന് വിചാരിക്കേണ്ട. ഒന്നാമത് കുറച്ച് കോൾഡ് ഉണ്ട്, അപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാറില്ല. ഓരോ പോയിന്റ്സും പറയുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ എന്തെങ്കിലും പോയിന്റ്സ് പറയാറുണ്ട്. അപ്പൊ ഇതൊരു ഫൈനൽ ടച്ച് ആണ്. ലാസ്റ്റ് മിനിറ്റിലുള്ള നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് തരാണ്. ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് കൂടുതൽ പറയാത്തത്. ഓക്കെ, അടുത്തത്, ബേണിംഗ് ഓഫ് പേപ്പർ കംസ് അണ്ടർ വിച്ച് ക്ലാസ് ഓഫ് ഫയർ? ഏത് ക്ലാസ്സിൽ വരുന്ന? ക്ലാസ് എ. വാട്ട് ഈസ് എ ക്ലാസ് ഓഫ് ഫയർ? ഇത് ഒരു ഫയറിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്ന ക്ലാസ് ഡിയിലാണ്. ഇതൊക്കെ ഞാൻ നല്ലപോലെ ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മുന്നേ MCQs ഒക്കെ ഇട്ട സമയത്തും ക്ലാസ് എടുത്ത സമയത്തും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അടുത്തത്, വിച്ച് മെറ്റീരിയൽ ഈസ് ബെസ്റ്റ് ടു കവർ എ ഓയിൽ സ്പിൽ ഇൻ വർക്ക്ഷോപ്പ്? വർക്ക്ഷോപ്പിൽ ഓയിൽ സ്പിൽ നമുക്ക് അതിന് ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യേണ്ടത്? സോഡസ്റ്റ്. അടുത്തത്, വിച്ച് സേഫ്റ്റി ഇൻവോൾവ്സ് വെയറിംഗ് സേഫ്റ്റി ഷൂസ് ഓർ ബൂട്ട് ആൻഡ് ഗൂഗിൾ ഇൻ എ വർക്ക്ഷോപ്പ്? അതെന്ത് സേഫ്റ്റിയാണ്? ഏത് സേഫ്റ്റിയാണ് വരുന്നത്? ഇറ്റ് ഈസ് പേഴ്സണൽ സേഫ്റ്റി. നെക്സ്റ്റ്, വാട്ട് യു ഡു ടു ആൻ ഇലക്ട്രിക് ഷോക്ക് വിക്ടിം ആസ് ഫസ്റ്റ് എയ്ഡ്? ഒരു ഇലക്ട്രിക് ഷോക്ക് വിക്ടിമിന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് മേക്ക് ഷുവർ ദ പവർ ഇസ് ടേൺഡ് ഓഫ്. പവർ ടേൺ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഈസ് അൺസ്യൂട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഫോർ ക്ലാസ് ബി ഫയറിന് അൺസ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് വാട്ടർ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ. നെക്സ്റ്റ്, വിച്ച് ക്ലാസ് ഓഫ് ഫയർ ഇൻവോൾവിംഗ് ലിക്വിഫൈഡ് ഗ്യാസസ്? വരുന്നത് ക്ലാസ് സി. Which is the most suitable fire extinguisher for class C fire? നമുക്ക് യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ. Which class of fire involving combustible metals? വരുന്നത് ക്ലാസ് ഡി. Which fire extinguisher is not to be used for electrical fire? യൂസ് ചെയ്യാൻ പറ്റാത്തത് foam or liquid extinguisher. Which fire extinguisher is suitable for live electrical wire? യൂസ് ചെയ്യേണ്ടത് ഹാലോൺ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണ്. What are the three elements which must be present in combination of fire? ഫയർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഫ്യൂവൽ വേണം, ഹീറ്റ് വേണം, ഓക്സിജൻ വേണം. അത് ട്രയാങ്കിൾ വരച്ചിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ കാര്യം ഞാൻ വീണ്ടും പറയാണ്. ടൈപ്സ് ഓഫ് ഫയറും ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറും ഓരോ ക്ലാസ്സിൽ വരുന്ന ഫയറിനും ഏത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വരുന്നു എന്നുള്ളത് കൃത്യമായി പഠിച്ചിട്ട് പോകണം. അതിനകത്ത് ക്വസ്റ്റ്യൻ, കാരണം സിലബസിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാം. അത് മിക്കവാറും ഏതെങ്കിലും ഒരു ക്ലാസ് ഫയർ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഏതാണെന്ന് ചോദിച്ചിട്ടായിരിക്കും. തെറ്റിക്കരുത്. അടുത്ത ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ഫയർ ഫസ്റ്റ് എയ്ഡ് കെയർ ടു ബി ടേക്കൺ ഫോർ സിവിയർലി ബ്ലീഡിംഗ് ഓപ്പൺ വൂണ്ടിന്? നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ പ്രഷർ നിയർ വൂണ്ട് ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ്. ഓക്കെ, വൂണ്ടിലല്ല പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്, വൂണ്ടിന് അടുത്തായിട്ടാണ് കേട്ടോ. ഓപ്ഷൻ ബിയും സിയും ഒരുപോലെ തോന്നാം. വൂണ്ടിൽ പോയിട്ടല്ല പ്രഷർ അപ്ലൈ ചെയ്യുക, നിയർ വൂണ്ട് ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ്. വിച്ച് പാർട്ട് ഓഫ് ബോഡി ഈസ് ബ്ലീഡിംഗ് പ്രിവിയസ്ലി ഈസ് കൺസിഡർഡ് സീരിയസ് ആൻഡ് നീഡ്
പ്രൊഫഷണൽ അറ്റൻഷൻ. അതായത് നമുക്ക് ഒരു ബ്ലീഡിംഗ് ഉണ്ടായാൽ ഏത് ഭാഗത്തുള്ള ബ്ലീഡിംഗ് ആണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് നമ്മുടെ റിസ്റ്റിൽ വരുന്ന ബ്ലീഡിംഗ് ആണ് കേട്ടോ. അടുത്ത ഹൗ ടു ട്രീറ്റ് ബേൺസ് ആൻഡ് സ്കാൾസ്. ബേൺസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വാട്ടർ വെച്ച് കവർ ചെയ്യാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ്. അതായത് ജീവൻ രക്ഷിക്കുന്ന ഒരു ട്രീറ്റ്മെന്റിനെയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ മേജർ എനർജി കൺസർവേഷൻ ഓപ്പർച്യൂണിറ്റി? മേജർ എനർജി കൺസർവേഷൻ opportunity, stopping of leakage, replacement machinery, replacement of household appliance, lapse in housekeeping. It is replacement machineries. Which type of energy conservation comes under the renovation of old buildings? Renovate ചെയ്യുന്നത് major energy conservation opportunity. Different types of energy conservation opportunities നെ കുറിച്ചാണ് പറയുന്നത്. major energy conservation opportunity യിലാണ് വരുന്നത്. അടുത്ത, what is the reason of lamp glowing dim and motor running slow in a domestic wire? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. It is high value series resistance fault. What is the immediate treatment to be given if a large area of body is burned? അതായത് ബോഡിയുടെ കൂടുതൽ ഏരിയ ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് cover the burn with water. Next, what is the effect of asbestos dust from clutch lining and brake lining? അതിന്റെ ഒരു എഫക്ട് എന്ന് പറയുന്നത് ലങ് ക്യാൻസർ വരും. അടുത്ത സേഫ്റ്റി സൈൻ ആണ്. ഇത് ഏതാണെന്നാണ്? ഇറ്റ് ഈസ് എൻ ഇൻഫർമേഷൻ സൈൻ. വാട്ട് ഈസ് സ്മൂത്തറിംഗ് ഇൻ എക്സ്റ്റിങ്ക്യൂഷൻ ഓഫ് ഫയർ? സ്മൂത്തറിംഗ് എന്ന് പറയുന്നത് ഐസൊലേറ്റിംഗ് ദ ഫയർ ഫ്രം സപ്ലൈ ഓഫ് ഓക്സിജൻ. വിച്ച് സ്റ്റെപ്പ് ഓഫ് 5S concept refers standardization? It is step 4. അടുത്ത, what is the name of road safety sign? ഈ കാണിച്ചിരിക്കുന്ന road safety sign, it is a mandatory sign. Next, what is the full form of BIS? BIS stands for Bureau of Indian Standard. What is the name of PPE? PPE യുടെ പേര് എന്താണ്? നോസ് മാസ്ക്, ഹെഡ് ഷീൽഡ്, ഫേസ് ഷീൽഡ്, ഹാൻഡ് സ്ക്രീൻ. ഇറ്റ് ഈസ് ഹാൻഡ് സ്ക്രീൻ. What is the name of the tool? This tool is diagonal cutting plier. What is the name of the safety sign? It is an information sign. Different types of signs നെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വാർണിംഗ് സൈൻ, മാൻഡേറ്ററി സൈൻ, പ്രൊഹിബിഷൻ സൈൻ, ഇൻഫർമേഷൻ സൈൻ. അപ്പൊ അത് ഏതാന്ന് പഠിച്ചിട്ടില്ലാത്തവർ ഒന്നും കൂടെ പഠിക്കണേ. കാരണം ഇങ്ങനത്തെ സിമ്പിൾസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത്, വിച്ച് ഡിസ്പോസൽ മെത്തേഡ് ഓഫ് വേസ്റ്റ് സേവ് ലോട്ട് ഓഫ് എനർജി? ഇറ്റ് ഈസ് റീസൈക്ലിംഗ്. What is the name of cautionary sign? It is pedestrian crossing. Which is a physical hazard? Smoking, vibration, corrosive, radioactive, vibration. Which is the correct sequence of operation to be performed when using the fire extinguisher? Fire extinguisher യൂസ് ചെയ്യുമ്പോൾ പാസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. പാസിലെ പിയും എയും എസും എസും എന്താന്നുള്ളതാണ് നമുക്ക് വേണ്ടി, നമുക്ക് പണി തരാൻ വേണ്ടി മിക്കവാറും ആ 4 എണ്ണം അതെ PASS വെച്ചിട്ടുള്ള വാക്കുകളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക എസും എസും. അപ്പൊ അത് കറക്റ്റ് ഓർഡർ പഠിക്കുക. പുൾ, എയിം, സ്ക്വീസ് ആൻഡ് സ്വീപ്. Next one, which plier is used for making wire hooks and loops? It is round nose plier. What is the use of pincer? Pincer use in extracting the pinnail from wood il ninnu pinnail extract cheyananu use cheynathu. Which type of fire extinguisher is used for fire on electrical equipment? Nammal use cheynathu halon type aanu. Next one, which is a waste disposal method that produces heat? Heat produced in incineration. Next, which PP is used for the protection from fumes? Fumes il ninnu nammale protect cheyyunnathu nose mask. അടുത്ത, which method is used to lift and move heavy load? Lift cheyanum, move cheyanum, crane and slings. What is starving in extinguition of fire? It is removing fuel element from the fire. Which type of occupational health hazard is cause for infection? It is biological hazard. What is the use of this tool? Or tool തന്നിട്ടുണ്ട്, അതിന്റെ use extracting nails from the wood. Next one, how will you diagnose the victim is suffering from cardiac arrest? Lips in the around blue ആയിട്ട് മാറും. Next, what will be the first aid to be given to stop the bleeding of victim? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, pressure apply ചെയ്യുക near the injured portion. Okay, so that's it. Okay, so നമ്മളുടെ മാരത്തോൺ MCQ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ആൻസേഴ്സ് പറഞ്ഞു പോവുകയാണ് ചെയ്തത്.
അത് ഞാൻ പറഞ്ഞതുപോലെ, അതായത് നമ്മളൊരു ലാസ്റ്റ് മിനിറ്റ് ഒരു ഫൈനൽ അവസാനത്തെ ഒരു ഓട്ടം ആയതുകൊണ്ടാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോയിലായിട്ട് പ്രൊവൈഡ് ചെയ്തത്. സോ ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്തായാലും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.